അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ സഫർ 14-ാം മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 14-ാം രാവിലും പകലിലും ചൊല്ലേണ്ട ശ്രേഷ്ഠമായ ദിക്റുകൾ, സ്വലാത്ത്, ആയത്ത്, സൂറത്തുകളൊക്കെയാണ് ഈ മജ്ലിസിലൂടെ നാം ചൊല്ലാൻ പോകുന്നത്. അവസാനം വരെ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾക്കറിയുന്നവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതൊക്കെ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താൻ കാരണമാണ്. എല്ലാവരും സഹകരിക്കണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. സ്ഥിരമായി നിനക്ക് ദിക്റ് ചൊല്ലാൻ, ഹബീബായ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ റബ്ബേ. ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, മുത്ത് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ. ഒരു സഹോദരി ജോലിയിൽ ബർക്കത്തും ഖൈറുണ്ടാവാൻ വേണ്ടി, കടങ്ങൾ വീടാൻ വേണ്ടി, പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ ജോലിയിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റബ്ബേ. പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ. സ്വന്തമായ വീട് നൽകണേ. അതിനുള്ള കഴിവുകളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. വേറെ സഹോദരി ദുആയിൽ ഉൾപ്പെടുത്തണേ ഉസ്താദേ. ആ സഹോദരിയുടെ എല്ലാ ദുനിയവിയും മുഖ്റബിയുമായ ഖൈർ അവർക്ക് നൽകണേ അല്ലാ. പ്രത്യേകം ദുആ ചെയ്യണേ. വളരെ വിഷമത്തിലാണെന്ന് വേറെ സഹോദരി, അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത റാഹത്ത് നൽകണേ അല്ലാ. പടച്ചോനെ, മോന്റെ അസുഖം സുഖമാവാനും ജോലി ശരിയാവാനും ദുആ ചെയ്യണമെന്ന് സഹോദരി. പടച്ചോനെ, ആ സഹോദരിയുടെ മോന്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കണേ. അല്ലാഹുവേ, ഖൈറായ നല്ലൊരു ജോലി തന്നെ എത്രയും പെട്ടെന്ന് നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേറെ സഹോദരി, അല്ലാഹുവേ, സുഖപ്രസവം നൽകണേ. സ്വാലിഹായ മക്കളെ, സന്താനത്തെ നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, മകന് ഫിക്സ് രോഗമാണെന്ന് പറഞ്ഞിട്ട് സഹോദരി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. പല വിഷമത്തിലാണ് അല്ലാ. അതൊക്കെ നീ സുഖപ്പെടുത്തി കൊടുത്ത് അല്ലാഹുവേ ഖൈറിലാക്കണേ അല്ലാ. പടച്ചോനെ, വേറെ സഹോദരി വീടുണ്ടാവാൻ, വീട് പണി തുടങ്ങിയിട്ടുണ്ട്, കാശിന്റെ പ്രയാസമുണ്ട് നാഥാ. അത് പൂർത്തിയാക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ, വേറെ സഹോദരി തീരെ വയ്യ ഉസ്താദേ, തണ്ടൽ വേദനയാണ്, സഹിക്കാൻ വയ്യ പടച്ചോനെ. ആ സഹോദരിയുടെ ആ വേദനകളൊക്കെ നീ മാറ്റിക്കൊടുത്ത് ഷിഫാവും ആരോഗ്യവും നൽകണേ അല്ലാ. 10 വർഷമായി നടുവേദന കൊണ്ട് പ്രയാസത്തിലാണ് ഉസ്താദെ. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ സഹോദരിയുടെ എല്ലാ വേദനകളും, ആ നടുവേദന പ്രത്യേകമായി നീ സുഖപ്പെടുത്തി കൊടുക്കണേ. ആരോഗ്യം, ആഫിയത്തും റാഹത്തും നൽകണേ അല്ലാ. പടച്ചോനെ, വേറെ സഹോദരി വീടിന്റെ പണി തുടങ്ങി വച്ചിട്ടുണ്ട് റബ്ബേ. അതിനെ പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണേ. വിചാരിച്ചതിലും വേഗത്തിൽ ആ പണി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. വേറെ സഹോദരി രേഷ്ഠത്തിയുടെ മകളുടെ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാവാൻ അല്ലാഹുവേ നീ ഖൈറിലാക്കി കൊടുക്കണേ. പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. രോഗം ശിഫയാക്കാൻ ദുആ ചെയ്യണേ ഉസ്താദെ. അല്ലാഹുവേ, സഹോദരിയുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. കടം കൊടുത്ത പൈസയുണ്ട് കിട്ടാൻ പടച്ചോനെ, അത് വാങ്ങിയ ആളുകൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. അതുപോലെ കുട്ടികളെ കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ അനുയോജ്യമായ ബന്ധം എത്രയും പെട്ടെന്ന് നൽകി അവർക്കൊക്കെ റാഹത്ത് നൽകണേ അല്ലാ. പടച്ചോനെ, എന്റെ ബന്ധത്തിൽപ്പെട്ടതായ ഒരു സഹോദരൻ മിസ്സിംഗ് ആണ് റബ്ബേ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് കണ്ടെത്താനും ആ കുടുംബത്തിന് ഇനി ആശ്വാസവും നൽകണേ അല്ലാ. എല്ലാം ഖൈറിലാക്കി തരണേ പടച്ചോനെ. എല്ലാ ശർറായ ഖലാഇനെ തൊട്ടും ഞങ്ങളേവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെയും നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്മാഉൽ ഹുസ്നയുടെ ഒരു മജ്ലിസ് നമ്മുടെ വേറൊരു ചാനലുണ്ട്, ഷുക്കൂർ മാഹിരി ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. ആ ചാനലിലൂടെ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്നയുടെ ഓരോരോ ഇസ്മുകളും അതിന്റെ മഹത്വം പറഞ്ഞിട്ട് 313 തവണ ചൊല്ലുന്ന മജ്ലിസ് എല്ലാ ദിവസവും ആ ചാനലിൽ ഉണ്ടായിരിക്കും. അതിന്റെ കമന്റ്, ആ ലിങ്കൊക്കെ നമ്മളെ കമന്റിൽ പിന്ന് ചെയ്ത് വെക്കും. എല്ലാവരും അത് നോക്കിയിട്ട് അതിൽ
ദിക്റുകളും ആ ഇസ്മുകളൊക്കെ ചൊല്ലിയിട്ട് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഖൈറുകൾ ധാരാളം ചെയ്യാനും ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, ഐശ്വര്യത്തിലാക്കി തരും, കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരും. റബ്ബ് കബൂലാക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. റബ്ബേ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ കബൂലാക്കണേ അല്ലാഹ്. അതിന്റെ സവാബിന്റെ മിസ്ല് സഫർ 14 മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ സഫർ 14 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മൺമറഞ്ഞിട്ടുണ്ട് നാഥാ, അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യാം. വലിയ മഹത്വമുള്ള ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നാദാ, ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസിയെ കബൂലാക്കണേ അല്ലാഹുവേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ. എല്ലാ ശർറായ ഖലായിൽ നിന്നും ഫിത്നകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ശൈത്താനിൽ നിന്നുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 4 തവണ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യാം. 4 തവണ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യുന്നത് ഖുർആൻ മുഴുവനും ഓതുന്നതിന് തുല്യമാണ്. മാത്രമല്ല, അല്ലാഹു തആല ശിർക്കിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകും. ഈമാൻ മനസ്സിൽ അല്ലാഹു ഉറപ്പിച്ചു നൽകും. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആൻ മുഴുവനും ഓതിയവർക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. കറകളഞ്ഞ ഈമാൻ നൽകണേ. ശിർക്കിൽ നിന്നും കുഫ്രിയത്തിൽ നിന്നും എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതാം. വല്ലാത്ത ഫضലുള്ള ആയത്താണ്. അത് ഓതുന്ന വൈകുന്നേര സമയത്ത് ഓതിയാൽ പ്രഭാതം വരെ മരിക്കൂല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ മരിക്കൂല എന്ന് പറഞ്ഞവരുണ്ട്. 7 തവണ നമുക്ക് പാരായണം ചെയ്യാം. അല്ലാഹു നമുക്ക് സ്ഥിരമായി ഓതാൻ തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم റബ്ബേ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഈ രണ്ട് ആയത്തുകൾ 7 തവണ ഓതിയ മുഅ്മിനായ മനുഷ്യന്മാർക്ക് നൽകുന്ന ഖൈറും ബറക്കത്തുമെല്ലാം ഞങ്ങൾക്കും നീ നൽകണേ റബ്ബേ. പ്രയാസങ്ങൾ മാറ്റി തരണേ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചോനെ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت ربي لا إله إلا أنت خلقتني أن أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. നാദാ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളൊക്കെ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഒരുപാട് തെറ്റ് ചെയ്തവരാണ്. ഞങ്ങൾക്ക് പൊറുക്കാൻ നീ അല്ലാതാരുമില്ല. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അഫ്ളൽ ദിക്ർ 40 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 محمد رسول الله. അല്ലാഹുവേ, ശ്രേഷ്ഠമായ ദിക്റിന്റെ അഫ്ളൽ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ. ഞങ്ങളെ ഈ നല്ലവരിൽ ഉൾപ്പെടുത്തണേ. ഈമാൻ സലാമത്താക്കണേ.
മരണം ഹൈറാകുന്ന സമയത്ത് തൗഹീദിന്റെ കലിമത്ത് ഉറക്ക ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, 33 തവണ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാം, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. നാഥാ, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു, ഞങ്ങളെ തൗബ സ്വീകരിക്കണേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണേ. എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും പൊറുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയതായ ശ്രേഷ്ഠമായ ഖുർആൻ പരാമർശിച്ച ദിക്ർ 21 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ നാഥാ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണേ റബ്ബേ. എല്ലാം ഖൈറിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ചൊല്ലിയിരുന്ന, അവർ ചൊല്ലാൻ പറയാറുണ്ടായിരുന്ന, അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് സഹായം തേടുന്ന ഒരു ദിക്റുണ്ട്. അത് 33 തവണ ചൊല്ലാം. വലിയ ഫളിലാണ് ആ ദിക്റിന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്. 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 യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്.
يا حي يا قيوم برحمتك استغيث 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 നാദാ സ്വീകരിക്കണേ, ഞങ്ങൾക്ക് നിന്റെ സഹായം ചെയ്യണേ അല്ലാ, നിന്റെ സഹായം നൽകണേ റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു അല്ലാ. അഗ്സിനായ മുഗീസ്, അഗ്സിനായ മുഗീസ്. എല്ലാ ശത്രുക്കളുടെ മേലിലും അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ഞങ്ങൾക്ക് സഹായിയാകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, തവക്കുലിന്റെ മന്ത്രം 33 തവണ ചെല്ലാം. ഹസ്ബുനല്ലാ ചെല്ലാം. റബ്ബിലേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞങ്ങളെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും ഞങ്ങളെ നീ വഷളത്തരത്തിലാക്കല്ല അല്ലാ. പടച്ചവനെ, മനസ്സിന് നല്ല ഹിമ്മത്തും ശരീരത്തിന് ആഫിയത്തും നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റിസ്ക്കിന്റെ വഴി വിശാലമായി കിട്ടാൻ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ അസ്മാഉൽ ഹുസ്നയിലെ ശ്രേഷ്ഠമായ 2 ഇസ്മുകൾ 21 തവണ ചെല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഫത്താഹു യാ റസാഖു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ റസാഖു യാ അല്ലാഹ്,
കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭക്ഷണത്തിൽ, ഞങ്ങളുടെ പാനീയത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ എല്ലാം ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ് 5 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ഖൈറിനെ ഞങ്ങളേക്ക് അടുപ്പിച്ചു തരണേ, ഖൈറിലേക്ക് ഞങ്ങളെയും അടുപ്പിച്ചു തരണേ അല്ലാ. ഖൈറ് ഞങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് എന്തൊക്കെ തടസ്സമുണ്ടോ, ആരൊക്കെ തടസ്സമുണ്ടോ, ആ തടസ്സങ്ങളൊക്കെ നീ നീക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ മേലിൽ 40 തവണ സ്വലാത്ത് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. 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 الصلاة والسلام عليك يا رحمة للعالمين. 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 അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ ഒരു സമയം, ശ്രേഷ്ഠമായ ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. പലരും ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമ്മളെ പ്രയാസങ്ങളുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും ഒക്കെ സ്വീകരിക്കണേ.
ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമിലേക്ക് എത്തിക്കണേ. ഈ മാസത്തിൽ വഫാത്തായ എല്ലാ മഹാന്മാരുടെയും ഉലമാക്കളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. ഞങ്ങൾ ഉസ്താദുമാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ. അവരുടെ ദർജനെ ഉയർത്തണേ അല്ലാഹ്. അവരുടെ മദദും നുസ്റത്തും ഫൈളും സഹായവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ സ്വലാത്തിന്റെ ആയത്തുകളുടെ സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ ഇജാബത്ത് നൽകണേ. വെറുതെ മടക്കല്ലേ അല്ലാഹ്. ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, പുറത്തു തരണേ. ഹൃദയം ശുദ്ധിയാക്കി തരണേ. ഈമാന് കൊണ്ട് ഹൃദയത്തെ പ്രകാശിപ്പിച്ചു തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ മനസ്സിലേറ്റി തരണേ. ദീനിന്റെ ഷിയാറുകളോട് സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ തരണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ ഉലിയാക്കന്മാരെ സ്വാലിഹീം ഒരു ഹുർബിയായ ഉലമാക്കളെ സന്ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, മഹാന്മാരായ ഉലിയാക്കന്മാരെ മസാറുകൾ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹത്തുക്കളോട് ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത അടുപ്പം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഉംറയും ചെയ്യാനും റസൂലുള്ളാഹിനെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പല പ്രയാസങ്ങളും ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നാദാ, അവരുടെ മുറാദുകളൊക്കെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കണേ. വിഷമങ്ങളും രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, കുട്ടികളെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വിഷമത്തോടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പടച്ചോനെ, എല്ലാവർക്കൊക്കെ നീ അവർക്ക് ഖൈറായ നല്ല യോജിച്ചൊരു ബന്ധം നൽകിയ കല്യാണം എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളോട് കുടുംബത്തിലുള്ള ഞങ്ങളുടെ ബന്ധത്തിലുള്ള എല്ലാ രോഗികളുടെയും രോഗങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. വേദനകളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാ വേദനയും കാലുവേദന, നടുവേദന, ഉരവേദന, തലവേദന, എല്ലാ വേദനകളും മാറ്റിത്തരണേ റബ്ബേ. ക്യാൻസർ ഞങ്ങൾക്കാർക്കും തരല്ല റബ്ബേ. കിഡ്നിയുടെ രോഗം തരല്ല പടച്ചോനെ. ലിവറിന്റെ രോഗം തരല്ല റബ്ബേ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്. ആമാശയ സംബന്ധമായ രോഗങ്ങൾ തരല്ല പടച്ചോനെ. ശരീരം തളർന്നു പോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഏവരെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചോനെ, കടം കൊടുത്തിട്ട് പൈസ തരാത്ത ആളുകളുണ്ട് റബ്ബേ. അത് കൊടുക്കാനുള്ള മനസ്സവർക്കൊക്കെ നീ നൽകണേ പടച്ചോനെ. ഞങ്ങളെ നീ ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാഹ്. നിന്നെ മറക്കാത്ത ഐശ്വര്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. പടച്ചോനെ, മനസ്സിന് അലട്ടുന്ന എല്ലാ ടെൻഷനുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ പഠനത്തിൽ ബറക്കത്ത് നൽകണേ, പുരോഗതി നൽകണേ. ഒരു ഫിത്നയിലും അവരെ നീ പെടുത്തല്ല അല്ലാഹ്. പടച്ചോനെ, കുട്ടികളില്ലാത്തവരുണ്ട് റബ്ബേ. അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഗർഭിണികളായ സഹോദരിമാര് അല്ലാഹുവേ, അവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, സന്തോഷമുള്ള സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്കും അല്ലാഹുവേ ദുആ കൊണ്ട് വസീത് ഒരുപാട് പേരുണ്ട് മക്കളില്ലാത്തവർ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ഒരു ന്യൂനതയുമില്ലാത്ത വൈകല്യങ്ങളില്ലാത്ത ആരോഗ്യമുള്ള സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഖൈർ ഞങ്ങൾക്ക് നൽകണേ. എല്ലാ ഷർറിനെ തൊട്ടും കാക്കണേ റബ്ബേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ അർവാഹിലേക്ക് നിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. അവർക്ക് നീ മൗഫിറത്ത് നൽകണേ. അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ റബ്ബേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലും ത്വഅത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.